ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. 2 പത്രോസ് 1:10 ജൂൺ 21 വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗോയുടെ തിരുനാൾ ദിനം. ഫെർഡിനാൻഡ് ഗോൺസാഗോ എന്ന പ്രഭുവിന്റെ മകൻ. എന്നാൽ 7-ാം വയസ്സ് മുതൽ ദൈവമാതാവിന്റെ ഒപ്പീസും സങ്കീർത്തനങ്ങളും അവൻ പ്രാർത്ഥിച്ചു തുടങ്ങി. മാത്രമല്ല, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ ഉപവസിച്ചു. അപ്പവും വെള്ളവുമായിരുന്നു ഭക്ഷണം. നമ്മുടെ ജീവിതത്തിന് ഇതൊരു മാതൃകയല്ലേ? തന്നെക്കുറിച്ച് തന്നെ അലോഷ്യസ് പറയുന്നുണ്ട്, ഞാൻ വളഞ്ഞ ഒരു ഇരുമ്പ് വടിയാണ്. എന്നെ തന്നെ നേരെയാക്കുന്നതിനാണ് പ്രാർത്ഥനയും ആശാനിഗ്രഹവുമാകുന്ന ചുറ്റിക വഴി ഞാൻ എന്നെ തന്നെ അടിച്ച് നേരെയാക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ സന്യാസം ആശ്ലേഷിച്ചത്. 17-ാം വയസ്സിലാണ് അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നത്. 5-ാം വർഷം റോമിൽ പടർന്നു പിടിച്ച ജ്വരപ്പനി അനേകർ മരിച്ചു. വൈദിക വിദ്യാർത്ഥിയാണെങ്കിലും വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കാൻ അലോഷ്യസ് തീരുമാനിച്ചു. അനുവാദം കിട്ടി. എന്നാൽ 1 മാസത്തിനുള്ളിൽ ആ പനി മൂലം അദ്ദേഹം മരിച്ചു. ഈശോ എന്നാണ് അവസാന വാക്ക്. പ്രിയപ്പെട്ടവരെ, രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു ധാരാളം സമയം. നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയായിരിക്കട്ടെ അലോഷ്യസ് ഗോൺസാഗോ. നമുക്കും പ്രാർത്ഥനയിലൂടെയും ആശാനിഗ്രഹത്തിലൂടെയും നമ്മെ തന്നെ ഒന്ന് നേരെയാക്കണ്ടേ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.